നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നാലാം തവണയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയ കിരീടം ചൂടി കോഴിക്കോട്ടുകാരുടെ രാഘവേട്ടൻ. പാർലമെന്റിനകത്തും പുറത്തും വടകരയുടെ ശബ്ദമാകുമെന്നുള്ള ഉറപ്പ് ഈ ജനതയ്ക്ക് നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വടകരയിൽ വിജയത്തേരിലേറി ഷാഫി പറമ്പിൽ. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോഴിക്കോട് ജില്ലാ കമ്മിറ്റി നടപ്പാക്കിയ ആശ്വാസ് കുടുംബ സുരക്ഷാ പദ്ധതി എല്ലാവർക്കും മാതൃകയെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. അരക്കിണർ മുത്താച്ചിക്കുളത്ത് കനാലിന്റെ സംരക്ഷണ ഭിത്തി തകർന്നു. കുട്ടികൾക്ക് ആഘോഷങ്ങളും വർണ്ണാഭമായ കാഴ്ചകളും ഒരുക്കി സ്കൂളുകളിൽ പ്രവേശനോത്സവം. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. നാലാം തവണയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയ കിരീടം ചൂടി കോഴിക്കോട്ടുകാരുടെ രാഘവേട്ടൻ. 2009 മുതൽ കോഴിക്കോടിനെ പ്രതിനിധാനം ചെയ്യുന്ന MK രാഘവൻ തന്നെ ഇനിയും 5 വർഷം കോഴിക്കോടിന്റെ MP ആകും. PA മുഹമ്മദ് റിയാസിനെ പരാജയപ്പെടുത്തിയാണ് MK രാഘവൻ കോഴിക്കോട്ടു നിന്നും ലോക്സഭയിൽ എത്തുന്നത്. 2014-ലും 2019-ലും വലിയ ഭൂരിപക്ഷത്തോടെ വിജയം ആവർത്തിച്ചു. ഇപ്പോൾ 2024-ലും കോഴിക്കോടിന്റെ കണ്ണിലുണ്ണിയെന്ന് തെളിയിക്കുകയാണ് MK രാഘവൻ. കഴിഞ്ഞ 3 ടേമുകളിലും മണ്ഡലത്തിനായി നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ എടുത്തുപറഞ്ഞായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചരണം. രാഷ്ട്രീയത്തിലുപരി സ്നേഹവും സൗഹൃദവും കൊണ്ട് എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്തു പിടിച്ചതാണ് അദ്ദേഹത്തിന്റെ വൻ ഭൂരിപക്ഷത്തോടെയുള്ള വിജയകാരണമെന്ന് വീണ്ടും തെളിയുകയാണ്. നാടിന്റെ വികസനം മാത്രം മുന്നിൽ കണ്ട് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിന് ഇത്രത്തോളം ജനങ്ങളുടെ മനസ്സിലും സ്ഥാനമുണ്ടെന്ന് അടിവരയിടുകയാണ് ഈ മിന്നുന്ന വിജയത്തിലൂടെ. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വടകരയിൽ വിജയത്തേരിലേറി ഷാഫി പറമ്പിൽ. LDF-ലെ ശക്തയായ സ്ഥാനാർത്ഥി KK ശൈലജയെയാണ് പരാജയപ്പെടുത്തിയത്. UDF-ന്റെ വലിയ വിജയം ആഘോഷിക്കുകയാണ് പ്രവർത്തകർ. വടകരയിലെ ജനങ്ങൾക്ക് പുതുമുഖമായിരുന്നു ഷാഫി പറമ്പിൽ. ലോക്സഭയിലേക്ക് കന്നിയംഗത്തിന് വടകരയിലേക്ക് എത്തുമ്പോൾ മറ്റു മുന്നണി സ്ഥാനാർത്ഥികളുടെ ശക്തിയോ സ്വീകാര്യതയോ ഷാഫിയെ അസ്വസ്ഥനാക്കിയില്ല. അത്രത്തോളം പിന്തുണ നൽകിയാണ് അണികൾ അദ്ദേഹത്തെ നെഞ്ചേറ്റിയത്. MLA എന്ന നിലയിൽ പാലക്കാടിന്റെ ഹൃദയത്തിലേറിയ ഷാഫി ഇനി വടകരയ്ക്ക് വേണ്ടി ലോക്സഭയിൽ ശബ്ദമുയർത്തും. നിങ്ങൾ കൊണ്ട് ഈ വെയിലിന് ഈ നാടിന്റെ തണലാവാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറയുകയാണ് ഞാൻ. നിങ്ങളുടെ ഈ സ്നേഹത്തിന് വാക്കുകൊണ്ട് നന്ദി പറയാനാവില്ല. എന്റെ പ്രവൃത്തിയിലൂടെ വടകരക്കുള്ള നന്ദി ഞാൻ കാണിക്കുമെന്ന് ഉറച്ചു പറയാൻ ആഗ്രഹിക്കുന്നു. ജാതിയും മതവും വേർതിരിവുകളില്ലാതെ വടകരയിലെ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കും. ഈ നാട്ടിലെ ജനങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി നിൽക്കും. ഈ നാടിന്റെ ഐക്യത്തിന് വേണ്ടി നിൽക്കും. ഈ നാട് ആഗ്രഹിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ അതുകളെ കൊണ്ടുവരാൻ പരിശ്രമിക്കും. പാർലമെന്റിനകത്തും പുറത്തും വടകരയുടെ ശബ്ദമാകുമെന്നുള്ള ഉറപ്പ് ഈ ജനതയ്ക്ക് നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
ആദ്യ മത്സരത്തിൽ തന്നെ 1,00,000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ഷാഫിയുടെ വിജയം. രാഷ്ട്രീയ ബോധമുള്ള ജനങ്ങൾ നൽകിയ രാഷ്ട്രീയ വിജയമാണ് തന്റേതെന്ന് ഷാഫി പ്രതികരിച്ചു. രാഷ്ട്രീയ ബോധമുള്ള ഒരു ജനതയുടെ രാഷ്ട്രീയ വിജയമാണ് വടകരയിലെ ജനങ്ങൾ ഞങ്ങൾക്ക് സമ്മാനിച്ചത്. അതിന്റെ പരിപൂർണമായ ക്രെഡിറ്റും വടകരയിലെ ജനങ്ങൾക്ക് കൊടുക്കുന്നു. ആ വടകരയിലെ ജനങ്ങളെ ഈ അനിവാര്യമായ രാഷ്ട്രീയ വിജയത്തിനു വേണ്ടി ജനാധിപത്യ മതേതര മാർഗത്തിൽ സമീപിച്ച ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും RMPയുടെ ഉൾപ്പെടെയുള്ള ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച മുഴുവൻ സഹപ്രവർത്തകർക്കും ഞങ്ങൾ ഹൃദയാഭിവാദ്യങ്ങൾ നേരുന്നു. കുറച്ച് കാര്യങ്ങളും കൂടെ പറയാനുണ്ട്, അത് അധികം വൈകാതെ പറയാം. 2009 മുതൽ UDF-നൊപ്പം നിൽക്കുന്ന വടകര മണ്ഡലം ഇത്തവണ ഷാഫി പറമ്പിലിനും വലിയ വിജയം സമ്മാനിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോഴിക്കോട് ജില്ലാ കമ്മിറ്റി നടപ്പാക്കിയ ആശ്വാസ് കുടുംബ സുരക്ഷാ പദ്ധതി എല്ലാവർക്കും മാതൃകയാണെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. പദ്ധതിയുടെ ധനസഹായം അരീക്കാട് നടന്ന ചടങ്ങിൽ കുടുംബങ്ങൾക്ക് വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ആശ്വാസ് കുടുംബ സുരക്ഷാ പദ്ധതിയിൽ അംഗമായി ചേർന്ന കുടുംബാംഗങ്ങൾക്ക് ധനസഹായം വിതരണം ചെയ്തു. 5 ആളുകളുടെ കുടുംബാംഗങ്ങൾക്ക് 10 ലക്ഷം വീതമാണ് വിതരണം ചെയ്തത്. പരിപാടി മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. സഹജീവികൾക്ക് തണലേകുന്ന ഈ പദ്ധതി എന്തുകൊണ്ടും പ്രശംസനീയമാണെന്ന് മന്ത്രി പറഞ്ഞു. ഇന്ന് ഈ സഹായം സ്വീകരിക്കുന്നത് 5 വ്യക്തികളുടെ കുടുംബാംഗങ്ങളാണ്. ഇതിൽ ചിലരെ എനിക്ക് വ്യക്തിപരമായി പരിചയമുള്ളവരാണ്. ഇവരുടെ വിയോഗം തീർച്ചയായും എല്ലാവർക്കും ഒരു വിഷമമുള്ള കാര്യമാണ്. അത് ആ കുടുംബങ്ങളിലും ഇവരുടെ അടുത്ത ആളുകളിലും ഉണ്ടാക്കിയ വിഘാതം, പ്രയാസം, ആഘാതം വളരെ വലുതാണെന്ന് നമുക്കറിയാം. ആഘാതത്തിന്റെ ആഴത്തെ നമുക്ക് മായ്ച്ചു കളയാനാകില്ല. എന്നാൽ അവരുടെ സഹപ്രവർത്തകരും സുഹൃത്തുക്കളും ഇവിടെ നൽകുന്ന ഈ കൈത്താങ് വലിയ ആശ്വാസമായി അവരുടെ കുടുംബാംഗങ്ങൾക്ക് മാറുകയാണ്. ഈ ആശ്വാസ ധനസഹായത്തിന്റെ ഭാഗമായി 5 കുടുംബങ്ങൾക്കായി 50 ലക്ഷം രൂപ വിതരണം ചെയ്യുന്ന ഈ പരിപാടി മാതൃകാ പരിപാടി, മനുഷ്യ നന്മയുടെ പ്രതീകമായ ഈ പരിപാടി വളരെ സന്തോഷത്തോടുകൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ്. ചടങ്ങിൽ ചെയർമാൻ AVM കബീർ അധ്യക്ഷത വഹിച്ചു. അഹമ്മദ് ദേവർകോവിൽ MLA മുഖ്യാതിഥിയായി പങ്കെടുത്തു. സംസ്ഥാന സെക്രട്ടറി PK ബാപ്പു ഹാജി, യൂത്ത് വിംഗ് സംസ്ഥാന പ്രസിഡന്റ് സലീം രാമനാട്ടുകര, KVVES ജില്ലാ ട്രഷറർ V സുനിൽകുമാർ, വൈസ് പ്രസിഡന്റ് അമീർ മുഹമ്മദ് ഹാജി, സെക്രട്ടറിമാരായ KM ഫനീഫ, M ബാബുമോൻ, മനാഫ് കാപ്പാട് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അരക്കിണർ മുത്താച്ചിക്കുളത്ത് കനാലിന്റെ സംരക്ഷണ ഭിത്തി തകർന്നു. കഴിഞ്ഞ രാത്രിയിലുണ്ടായ കനത്ത മഴയിൽ കോൺക്രീറ്റ് നടപ്പാത ഉൾപ്പെടെയുള്ള ഭിത്തി കനാലിലേക്ക് പതിക്കുകയായിരുന്നു. അരക്കിണർ മുത്താച്ചിക്കുളത്ത് മുണ്ടകൻ കനാലിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണു. കഴിഞ്ഞ രാത്രി പെയ്ത കനത്ത മഴയിലാണ് കോൺക്രീറ്റ് നടപ്പാത ഉൾപ്പെടെ ഭിത്തി കനാലിലേക്ക് പതിച്ചത്. ഇതുവഴിയുള്ള സഞ്ചാരം മുടങ്ങി. ഏതു സമയവും കൂടുതൽ ഭാഗം നിലം പതിക്കുമെന്ന സ്ഥിതിയാണ്. അടിഭാഗത്തെ കരിങ്കല്ല് ഇളകിയാണ് 10 മീറ്റർ നീളത്തിൽ കോൺക്രീറ്റ് നടപ്പാതയും ഭിത്തിയും ഇടിഞ്ഞു വീണത്. സമീപത്തായി ഭിത്തിക്ക് നീളത്തിൽ വിള്ളൽ വീണിട്ടുമുണ്ട്. മുത്താച്ചിക്കുളം കനാലിന്റെ അരികിലൂടെ 200 മീറ്റർ ദൂരത്തിലാണ് നടപ്പാത. 25 കുടുംബങ്ങൾ ആശ്രയിക്കുന്ന വഴിയാണിത്. ജപ്പാൻ ജലപദ്ധതി വിതരണ ശൃംഖല സ്ഥാപിക്കാൻ നടപ്പാതയിലൂടെ കുഴിയെടുത്തിരുന്നു. ഇത് വേണ്ട വിധം നികത്താതെ കോൺക്രീറ്റ് ചെയ്തതാണ് തകർച്ചയ്ക്ക് വഴിവെച്ചതെന്ന് നാട്ടുകാർ ആരോപിച്ചു. മുണ്ടകത്തോടിൻ്റെ കെട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 4.5 കോടി പാസ്സായിട്ടില്ല. ഇത് തോട് ഇറിഗേഷൻ കൊടുത്താണ്. ഇറിഗേഷൻ ചെയ്യേണ്ട വർക്കുകളാണിത്. അപ്പോൾ ഇറിഗേഷൻ അറിയിച്ചിട്ടുണ്ട്, അവരാരും വന്നിട്ടില്ല ഇതുവരെ. പിന്നെ അത്ഭുതകരമായി രക്ഷപ്പെട്ട ഒരു ഭാര്യയും ഭർത്താവും സ്കൂട്ടറടക്കം അതിലേക്ക് വീണുപോയി. നമ്മുടെ അയൽവാസി തന്നെയാണ്. അവൻ എന്തോ അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു തന്നെ പറയാം. ഇത്തരത്തിലുള്ള പ്രവൃത്തി പെട്ടെന്ന് തീർക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കനാലിന്റെ മറുഭാഗത്തെ ഭിത്തിയിലൂടെയാണ് പ്രദേശവാസികൾ യാത്ര ചെയ്യുന്നത്. വർഷങ്ങൾക്ക് മുൻപ് പണിത പാർശ്വഭിത്തി ബലക്ഷയം നേരിടുന്ന അവസ്ഥയിലാണ്. അപരിചിതർ എത്തിയാൽ അപകടമുണ്ടാകുമെന്ന അവസ്ഥ ഉടലെടുത്തതോടെ നാട്ടുകാർ ഇടപെട്ടു കനാൽ പാലത്തിനു സമീപം വഴി കെട്ടിയടച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി.
ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ നിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ കാലം കാത്ത് വച്ച രക്ഷകനെ സംഹാരകനെ ഞങ്ങൾ കണ്ണനായി വന്നവനെ ഭയമേ മാറിപ്പോ നീ അണ്ണൻ വന്നാൽ തുമ്പിട്ടുന്നില്ല ഇരുട്ടിൽ സിറ്റി വാഴും രാജാവുക്ക് എല്ലാരും സുല്ല ഇവനെ തൊഴുവാനായി ജനത്തിരക്ക് കാലം എടുത്തു വച്ചാൽ സ്വർഗം പോലും ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കളാണ്ടിത്താഴം ദർശനം ഗ്രന്ഥാലയം ദിശ കരിയർ ഗൈഡൻസ് ശില്പശാല സംഘടിപ്പിച്ചു. നടൻ RS പണിക്കർ ഉദ്ഘാടനം ചെയ്തു. SSLC +2 വിജയികൾക്ക് സ്വീകരണം നൽകി. ഭാവി പഠനം രക്ഷിതാക്കൾ കൂടി അറിയേണ്ടത് എന്ന വിഷയത്തിൽ പ്രഭാഷണവും ചെലവൂർ ചേവായൂർ വില്ലേജുകളിലെ SSLC +2 വിജയികൾക്ക് സ്വീകരണവും സംഘടിപ്പിച്ചു. കാളാണ്ടിത്താഴം ദർശനം ഗ്രന്ഥാലയം സംഘടിപ്പിച്ച ദിശ കരിയർ ഗൈഡൻസ് ശില്പശാല കോഴിക്കോട് സർവകലാശാല ഗാന്ധിയൻ ചെയർ അംഗവും കാതൽ സിനിമാ നടനുമായ RS പണിക്കർ ഉദ്ഘാടനം ചെയ്തു. A+ കിട്ടിയ ആളുകളെ ഞാൻ അനുമോദിക്കുന്നു. അവർക്ക് എല്ലാ ആശംസകളും നേരുന്നു. അവരുടെ ആത്മാർത്ഥമായ പരിശ്രമത്തെ നമ്മൾ അനുമോദിക്കുന്നു. അവരുടെ രക്ഷകർത്താക്കളെ, അവരുടെ അധ്യാപകരെയൊക്കെ ഞാൻ അനുമോദിക്കുന്നു എന്ന് കരുതി ഒരു A+ വിട്ടുപോയി അല്ലെങ്കിൽ 2 A+ വിട്ടുപോയി എല്ലാം വെറും A ഉള്ളൂ, അവർ പിന്നോക്കം നിൽക്കുന്നവരാണ്, അവർ പരാജയപ്പെട്ടവരാണെന്നൊരു ധാരണ ഒരു കുട്ടിക്കും ഉണ്ടാവാൻ പാടില്ല. ജീവിതം എന്ന് വലിയൊരു പരീക്ഷയുണ്ട്. ആ പരീക്ഷയിൽ ഈ കുട്ടികൾ എങ്ങനെ വിജയിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പരീക്ഷയിൽ SSLCയുടെ ആയാലുമുള്ള +2വിൻ്റെയും മാർക്ക് ലിസ്റ്റിൽ കാണുന്ന പ്ലസുകൾക്കല്ല പ്രാധാന്യം. അക്കാഡമിക് രംഗത്ത് അതിന് പ്രാധാന്യം ഇല്ല എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രധാനം ജീവിതത്തെ നിങ്ങൾ എങ്ങനെ നേരിടും, ജീവിതത്തിലുണ്ടാകുന്ന പരീക്ഷകളെ നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, അതിൽ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുന്നുണ്ടോ. അവിടെ വിജയിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ A+ ഒരിടത്തുനിന്ന് കിട്ടിയിട്ട് കാര്യമില്ല. ദർശനം ഗ്രന്ഥശാല ജോയിന്റ് സെക്രട്ടറി TK സുനിൽകുമാറിന്റെ അധ്യക്ഷതയിൽ നടന്ന ശില്പശാലയിൽ ഭാവി പഠനം രക്ഷിതാക്കൾ കൂടി അറിയേണ്ടത് എന്ന വിഷയത്തിൽ IT വിദഗ്ധൻ പൂവത്തൊടികയിൽ സിദ്ധാർത്ഥൻ പ്രഭാഷണം നടത്തി. SSLC +2 വിജയികൾക്കും തത്സമയ പ്രശ്നോത്തരി വിജയ് അഭിശ്രീക്കും ഡിജിറ്റൽ ലൈബ്രറി എക്സലൻസ് അവാർഡ് NIT വിദ്യാർത്ഥി MP പ്രണവിനും RS പണിക്കർ സമ്മാനിച്ചു. കുത്തിവര ചിത്രകാരൻ അജീഷ് ഐക്കരപ്പടി, എഴുത്തുകാരി ശ്രീലത രാധാകൃഷ്ണൻ, കേരള എഡ്യൂക്കേഷൻ കൗൺസിൽ ഡയറക്ടർ സതീശൻ കൊല്ലറയ്ക്കൽ, ദർശനം യുവത കൺവീനർ P ദീപേഷ് കുമാർ, ബാലവേദി മെന്റർ P ജസീലുദ്ദീൻ, വനിതാ വേദി ജോയിന്റ് കൺവീനർ ശശികല മഠത്തിൽ എന്നിവർ ആശംസ നേർന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നടുവട്ടം മാറാട് ഗവൺമെന്റ് ഫിഷറീസ് LP സ്കൂൾ പ്രവേശനോത്സവം ആഘോഷിച്ചു. മാറാട് പോലീസ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ സജിത് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ഗവൺമെന്റ് ഫിഷറീസ് LP സ്കൂൾ നടുവട്ടം മാറാട് പ്രവേശനോത്സവം സമുചിതമായി ആഘോഷിച്ചു. മാറാട് പോലീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ശ്രീ സജിത് കുമാർ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ സ്കൂൾ ഹെഡ് മാസ്റ്റർ ശ്രീ അനിൽകുമാർ സ്വാഗതവും വാർഡ് കൗൺസിലർ ശ്രീ സുരേഷൻ കൊല്ലരുകണ്ടി അധ്യക്ഷത നിർവഹിക്കുകയും ചെയ്തു. മാറാട് ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ബാഗും പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. ഏറ്റവും കുറച്ച് കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയങ്ങളിലാണ് ഏറ്റവും നല്ല വിദ്യാഭ്യാസം കിട്ടുക എന്ന ചിന്തയാണ് എൻ്റെ മനസ്സിലൂടെ പോകുന്നത്. വളരെ ഇവിടെ എനിക്കൊന്നും സ്റ്റാഫിന്റെ കുറവില്ല, 4 ടീച്ചേഴ്സ് ഉണ്ട്, 4 ക്ലാസ്സിൽ 4 ടീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ടുള്ള ശ്രദ്ധ കിട്ടും. അതിൽ വീട്ടുകാരൊന്നുകൂടെ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ അവർ ഏറ്റവും ഉന്നതങ്ങളിൽ എത്തുന്ന രീതിയിലുള്ള അടിസ്ഥാനം ബേസ് ഇവിടുന്നാണ് തുടങ്ങുന്നത്. ഈ ബേസ് ഇവിടെ നിന്ന് കിട്ടും. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തുകാരെ ഇനി ഉണർന്നിട്ട് നമ്മുടെ ഈ വിദ്യാലയത്തിന്റെ മെച്ചപ്പെട്ട പ്രവർത്തനത്തിന് വേണ്ടി ശ്രമിക്കാൻ സുരേഷ് ഏട്ടൻ ഉൾപ്പെടെയുള്ള ആളുകൾ ശ്രമിക്കട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ ഈ എല്ലാ വിദ്യാർത്ഥികൾക്കും നമ്മുടെ ജനമൈത്രി പോലീസിലെ സഹോദരന്മാരായിട്ടുള്ള രജീഷും ശ്രീജിത്തും മുൻകൈയെടുത്ത് റമീസിനെ പോലുള്ള ആളുകളുടെ സഹായത്തോടുകൂടി നിങ്ങൾക്ക് ബാഗും പുസ്തകവും ബോക്സും ഒക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്.
മാറാട് ജനമൈത്രി ബീറ്റ് ഓഫീസർമാരായ ശ്രീജിത്ത്, പ്രജീഷ്, അധ്യാപികമാരായ ജിദ്ന, ഷിൽജ, PTA വൈസ് പ്രസിഡന്റ് അനുഷ എന്നിവർ ആശംസകൾ അറിയിക്കുകയും ശ്രുതിൻ രാജ് നന്ദി പറയുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ചാത്തമംഗലം REC ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. പ്രവേശനോത്സവത്തിന്റെ ഭാഗമായാണ് സ്കൂളിൽ കുട്ടികളെ അനുമോദിച്ചത്. ചാത്തമംഗലം REC ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഹൈസ്കൂൾ ഹെഡ് മിസ്ട്രസ് ശ്രീകല ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. SSLC +2 പരീക്ഷയിൽ ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളെ മൊമന്റോ നൽകി ആദരിച്ചു. പരിപാടിയിൽ LSS USS നേടിയ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. ചടങ്ങിൽ VHSC പ്രിൻസിപ്പൽ ഷാഹിന അധ്യക്ഷത വഹിച്ചു. ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള ആഗ്രഹങ്ങളും അഭിരുചികളും ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പം നിങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട മേഖലയിൽ എത്തിപ്പെട്ട് അവിടെയും ഇതിനേക്കാളും കൂടുതൽ വിജയം ഉണ്ടാകാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ജിജി സ്വാഗതവും ഹൈസ്കൂൾ ടീച്ചർ ഷജി നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ PTA അംഗങ്ങളായ ലിനീഷ്, ഷാജു, സുരേഷ് ബാബു തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കുന്നമംഗലം. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ നിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ കാലം കാത്ത് വച്ച രക്ഷകനെ സംഹാരകനെ ഞങ്ങൾ കണ്ണനായി വന്നവനെ ഭയമേ മാറിപ്പോ നീ അണ്ണൻ വന്നാൽ തുമ്പിട്ടുന്നില്ല ഇരുട്ടിൽ സിറ്റി വാടും രാജാവുക്ക് എല്ലാരും സുല്ല ഇവനെ തൊഴുവാനായും ജനത്തിരക്ക് കാലം എടുത്തു വച്ചാൽ സ്വർഗം പോലും മണ്ണൽ വീട് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. പ്രവേശനോത്സവം ആഘോഷമാക്കി കാരന്നൂർ NSS ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. കുട്ടികൾ കലാപരിപാടികൾ അവതരിപ്പിച്ചു. അധ്യാപകരും രക്ഷിതാക്കളും പരിപാടികൾക്ക് നേതൃത്വം നൽകി. എരഞ്ഞിക്കൽ കാരന്നൂർ NSS ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. സിനിമാ ഗാനരചയിതാവും നാടക പ്രവർത്തകനുമായ നിശാന്ത് കൊടമന ഉദ്ഘാടനം ചെയ്തു. നമ്മൾ വിസ്മയിപ്പിക്കും പല കാര്യത്തിലും അല്ലെ. ഒരു ഫോണ് ഹാങ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ആരുടെ കൊടുക്കുക? നിങ്ങൾ ആരുടെ കൊടുക്കുക? ഫോൺ ഹാങ് ആയി കഴിഞ്ഞാൽ മോഡൽ കൊടുക്കുക. ഒരു പെട്ടെന്ന് തുറന്നു അല്ലേ. കരയോഗം പ്രസിഡന്റ് A. ഗിരീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. കരയോഗം സെക്രട്ടറി M. ശശിധരൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. പ്രധാനാധ്യാപിക ദീപ മനോജ്, കോർപ്പറേഷൻ കൗൺസിലർ SM തുഷാര, K. പ്രേമചന്ദ്രൻ, C. ഗീത, സ്റ്റാഫ് സെക്രട്ടറി നിഷ സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വർണ്ണാഭമായി പുതിയറ BM UP സ്കൂളിലെ പ്രവേശനോത്സവം പ്രശസ്ത ബാലസാഹിത്യകാരി സുമ പള്ളിപ്രം ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. പുതിയറ BM UP സ്കൂൾ പ്രവേശനോത്സവം വർണ്ണാഭമായി പ്രശസ്ത ബാലസാഹിത്യകാരി സുമ പള്ളിപ്രം ഉദ്ഘാടനം നിർവഹിച്ചു. ഉത്സവ ദിനമതു വന്നു, പ്രവേശനോത്സവ ദിനമല്ല ഇന്ന്. പഠിച്ചു നമ്മൾ ഉയരേണം, നല്ലവരായി വളരേണം. പഠിച്ചു നമ്മൾ ഉയരേണം, നല്ലവരായി വളരേണം. പാഠം ഒന്ന് പഠിക്കുമ്പോൾ ആശയം ആകാശം കയറിയിടാം. പല പല ലോകം അറിഞ്ഞിടാം, പല പല കാര്യം അറിഞ്ഞിടാം. മുൻപ് പഠിച്ചവർക്കൊന്നിച്ച് പാറിപ്പറന്ന് കളിക്കുമ്പോൾ
പാട്ടും മേളവും മുറുകുന്നു, വർണ്ണക്കാഴ്ചകളേകുന്നു. കൂട്ടിനു അധ്യാപകരുണ്ട്. അറിവിൻ ലോകം വിടരുന്നു. പ്രവേശനോത്സവ നാളിതിലായി പ്രതിജ്ഞയായി നമ്മൾക്ക് നമ്മുടെ സത്യം മാത്രം, നമ്മുടെ മാർഗം നല്ലതു മാത്രം, നമ്മുടെ മൊഴികൾ സത്യം മാത്രം. PTA പ്രസിഡന്റ് അരുൺകുമാർ അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപകൻ ജെയിംസ് PL സ്വാഗത പ്രസംഗം നടത്തി. റിട്ടയർഡ് DEO K ജയകൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു. കസബ ജനമൈത്രി പോലീസ് സ്റ്റേഷൻ ബീറ്റ് ഓഫീസർ ഉന്മേഷ് നന്മണ്ട ബോധവൽക്കരണ ക്ലാസ് നടത്തി. പൂർവ്വ വിദ്യാർത്ഥിയും വ്യാപാര പ്രമുഖനുമായ മുസമ്മിൽ PM സമ്മാനദാനം നിർവഹിച്ചു. സൂസൻ ആഗ്നസ്, സിന്ധു UK തുടങ്ങിയവർ സംസാരിച്ചു. രേഷ്മ T നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വർണ്ണശബളമായ പ്രവേശനോത്സവം കുട്ടികൾക്കായി ഒരുക്കി ഗോവിന്ദവിലാസ് ALP സ്കൂൾ. കോർപ്പറേഷൻ സ്ഥിരം സമിതി അധ്യക്ഷ K കൃഷ്ണകുമാരി ഉദ്ഘാടനം ചെയ്തു. പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. ഗോവിന്ദവിലാസ് ALP സ്കൂളിലെ പ്രവേശനോത്സവം കോഴിക്കോട് കോർപ്പറേഷൻ നഗരാസൂത്രണ സ്ഥിരം സമിതി അധ്യക്ഷ K കൃഷ്ണകുമാരി ഉദ്ഘാടനം ചെയ്തു. PTA വൈസ് പ്രസിഡന്റ് MK ഹെഗൽ അധ്യക്ഷനായി. ജയരാജ് ഐശ്വര്യ പെയിന്റ്സ് പഠനോപകരണ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. MPTA ചെയർപേഴ്സൺ K പ്രജിത, PM ശ്രീകുമാർ, പ്രധാനാധ്യാപകൻ MR പ്രശാന്ത്, KC അനൂപ്, P സ്മിത എന്നിവർ സംസാരിച്ചു. പൂക്കളും ചിത്രശലഭങ്ങളും ബലൂണുകളും ഫോട്ടോ കോർണറുകളും പ്രവേശനോത്സവ പരിപാടികളെ മികച്ചതാക്കി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന YouTube ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നാലാം തവണയും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വിജയ കിരീടം ചൂടി കോഴിക്കോട്ടുകാരുടെ രാഘവേട്ടൻ. പാർലമെന്റിനകത്തും പുറത്തും വടകരയുടെ ശബ്ദമാകുമെന്നുള്ള ഉറപ്പ് ഈ ജനതയ്ക്ക് നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വടകരയിൽ വിജയത്തേരിലേറി ഷാഫി പറമ്പിൽ. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോഴിക്കോട് ജില്ലാ കമ്മിറ്റി നടപ്പാക്കിയ ആശ്വാസ് കുടുംബസുരക്ഷാ പദ്ധതി എല്ലാവർക്കും മാതൃകയെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. അരക്കിണർ മുത്താച്ചിക്കുളത്ത് കനാലിന്റെ സംരക്ഷണ ഭിത്തി തകർന്നു. കുട്ടികൾക്ക് ആഘോഷങ്ങളും വർണ്ണാഭമായ കാഴ്ചകളും ഒരുക്കി സ്കൂളുകളിൽ പ്രവേശനോത്സവം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.